കൗണ്ടിംഗ് ദിവസം മാത്രമാണ് ലഭ്യമാകാൻ പോകുന്നത്. കൗണ്ടിങ്ങിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് കാർഡ് ഇറക്കാറുണ്ട്. അതിലാണ് കൃത്യമായിട്ട് എത്ര വോട്ടേഴ്സ് എല്ലാ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്, എത്ര വാലിഡ് വോട്ട്സ് ഉണ്ട്, എത്ര കാൻഡിഡേറ്റ്സിന് എത്ര കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് അസംബ്ലി വൈസ് കൊടുക്കുന്നത് ഇൻഡെക്സ് കാർഡിലാണ്. സോ ഇൻഡെക്സ് കാർഡിന്റെ പ്രസിദ്ധീകരണം ആണ് നമ്മൾ ശരിക്കും ഫൈനൽ ആയിട്ടുള്ള കണക്കായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, ഇല്ല കണക്കാക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് കാർഡോട് കൂടി നമ്മുടെ ഇലക്ഷനുടെ എല്ലാ സംബന്ധപ്പെട്ട കാര്യത്തിന്റെ അവസാനം ഘട്ടമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരണം. സോ ആ ഇലക്ഷൻ കാർഡിൽ വരുന്ന ഒരു വോട്ടർ ടേൺ ഔട്ട്, മെയിൽ ഫീമെയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഫൈനൽ ആവാൻ പോകുന്നത് ആ സമയത്താണ്. അതുവരെ നമ്മൾ പ്രൊവിഷണൽ ആയിട്ട് പറയാനുള്ള കാരണം ഇത് ഓൺലൈനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഡേറ്റ ആണ്. അതുപോലെ തന്നെ 17C എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ആർക്കെങ്കിലും പരിശോധിക്കാം. അത് ശരിക്കും ഒരു ഫൈനൽ ആയിട്ടുള്ള ഡേറ്റ അവരുടെ കയ്യിലുള്ളതാണ്. പിന്നെ സർവീസ് വോട്ടേഴ്സ് നമ്മൾ എല്ലാവർക്കും അറിയാം 53,984 നമ്മൾ ഓൾറെഡി എല്ലാവർക്കും ഇലക്ട്രോണിക് പോസ്റ്റൽ ബാലറ്റ്സ് നമ്മൾ അയച്ചിട്ടുണ്ട്. അത് കൗണ്ടിങ് സമയം ഡേറ്റ് വരെ അവർക്ക് തരാനുള്ള ഒരു സമയമുണ്ട്. അത് വരുന്നത് മാത്രമായിരിക്കും ഇന്ന് നമുക്ക് നമ്മുടെ കണക്കിൽ കൂട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ വരെ വന്നിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സിന്റെ ഒരു കണക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷനിക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൊത്തം കണക്ക് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിനും പിന്നെ ഇന്ന് മീഡിയ ഗ്രൂപ്പ്സിലും നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൺസിന്റെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1,45,604 ഫോം 12D. അതിലെ 1,40,219 അവർ വോട്ട് ചെയ്തു. അത് ഏകദേശം 96.3% ആണ്. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് നമ്മൾ താങ്കൾ എല്ലാവർക്കും അറിയാം, താങ്കൾ പോയി നോക്കിയിട്ടുമുണ്ട്. 100% നമ്മൾ എല്ലാ പോസ്റ്റിൽ ആൾക്കാരും നമ്മൾ കവർ ചെയ്യാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് സീനിയർ സിറ്റിസൺസിന്റെ കണക്ക്. അതുപോലെ തന്നെ പേഴ്സൺസ് ഡിസേബിലിറ്റീസ് നമ്മൾ ഫോം 12D വരെയാണ് അപ്രൂവ് ചെയ്തത്. അതിലെ 62,159 ആയിരുന്നു നമ്മുടെ മൊത്തം. അതിലെ വോട്ട് ചെയ്തിട്ടുള്ളവർ 60,734, ദാറ്റ് ഈസ് 97.71% പേഴ്സൺസ് ഡിസേബിലിറ്റീസ് വോട്ട് ചെയ്തിട്ടുണ്ട്. ഹോം വോട്ടിംഗിൽ നോക്കുമ്പോൾ ഏകദേശം 96.72% ആണ് ഹോം വോട്ടിംഗിൽ നടന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി നമ്മുടെ എസെൻഷ്യൽ സർവീസസിലെയാണ്. എസെൻഷ്യൽ സർവീസസിലെ 34,140 നമ്മൾ അപ്രൂവ് ചെയ്തിരുന്നു. അതിലെ 32,172 ഓൾറെഡി അവർ വോട്ട് ചെയ്തു. ഏകദേശം 94.24% ആണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നാലാമത്തെ കാറ്റഗറി നമ്മുടെ വോട്ടേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സോ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ 1,35,068. ഇതാണ് ഇത്ര പോളിംഗ് ഒഫീഷ്യൽസിന് നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിലെ നമ്മളൊരു കാര്യം നമ്മുടെ കണക്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഫോം 12A, അതായത് ഒരു ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു പോളിംഗ് ഓഫീസറുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ മണ്ഡലത്തിൽ തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. സോ ആ കണക്ക് കൃത്യമായിട്ട് അത് 17C രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത്ര ആൾക്കാർ EVM വഴിയാണ് വോട്ട് ചെയ്യുന്നത്. സോ അത്ര ആൾക്കാർ കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ EDC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു ആൾക്കാർ അതിലെ നമ്മൾ ഏകദേശം മൊത്തം പോളിംഗ് പെർസെൻറ്റേജ് അമംഗ്സ്റ്റ് പോളിംഗ് ഒഫീഷ്യൽസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 96.37% നമുക്ക് മൊത്തം വോട്ടിംഗ് വന്നതായിട്ടാണ് നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു കണക്ക്. സോ ഈ കണക്കെല്ലാം വരുന്നത് റിട്ടേണിംഗ് ഓഫീസേഴ്സ് DO വഴി നമുക്ക് കിട്ടുന്ന കണക്കുകളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.